എല്ലാവർക്കും ക്വിസ് മീഡിയയിലേക്ക് സ്വാഗതം. SPC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി സഹായകരമായ ചോദ്യോത്തരങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് അവതരിപ്പിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിലെ നിലവിലെ എക്സൈസ് കമ്മീഷണർ ആരാണ്? ഉത്തരം ശ്രീറാം സാംബശിവ റാവു. SPC പദ്ധതി കേരളത്തിൽ ഔദ്യോഗികമായി ആരംഭിച്ച വർഷം എന്നാണ്? ഉത്തരം 2010 ആഗസ്റ്റ് 2. കേരളത്തിലെ ഇപ്പോഴത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം M. ലിജു. കേരളത്തിലെ ഇപ്പോഴത്തെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ആര്? ഉത്തരം N. ഷംസുദ്ദീൻ. അക്ബർ നാമ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്? ഉത്തരം അബുൽ ഫസൽ. 64ാമത് കേരള സ്കൂൾ കലോത്സവ വേദിയായ ജില്ല ഏത്? ഉത്തരം തൃശ്ശൂർ. ഭൂപടത്തിൽ നീല നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം ജലാശയങ്ങൾ. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം? ഉത്തരം രാജസ്ഥാൻ. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്ര ശാഖ ഏത്? ഉത്തരം കാർട്ടോഗ്രാഫി. ആധുനിക മീര എന്നറിയപ്പെടുന്ന ഹിന്ദി എഴുത്തുകാരി ആരാണ്? ഉത്തരം മഹാദേവി വർമ്മ. ലിബ്രെ ഓഫീസ് റൈറ്റർ പ്രധാനമായും എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം വേർഡ് പ്രോസസ്സിംഗ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കാസർഗോഡ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം തിരുവനന്തപുരം. ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം നവംബർ 26. പോക്സോ നിയമം നിലവിൽ വന്ന വർഷം? ഉത്തരം 2012. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? ഉത്തരം 7. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നായിരുന്നു? ഉത്തരം 1919. SPC പദ്ധതിയുടെ ഏറ്റവും ഉയർന്ന എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥൻ ആര്? ഉത്തരം സ്റ്റേറ്റ് നോഡൽ ഓഫീസർ. SPCയുടെ മൂല്യാധിഷ്ഠിത പാഠ്യപദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ദൃശ്യപാഠം. SPC ജില്ലാതല ഉപദേശക സമിതിയുടെ രക്ഷാധികാരി ആരാണ്? ഉത്തരം ജില്ലാ കളക്ടർ.
SPC ഗീതത്തിൻ്റെ രചയിതാവ്? ഉത്തരം K. ജയകുമാർ IAS. നാഷണൽ കേഡറ്റ് ഡേ എന്നാണ്? ഉത്തരം ജനുവരി 17. ഏത് കമ്പനിയുമായി സഹകരിച്ചാണ് SPC ഊർജ സംരക്ഷണ പദ്ധതി നടപ്പിലാക്കി വരുന്നത്? ഉത്തരം ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ. കേരള പോലീസിൽ ശുഭയാത്ര പദ്ധതിയുടെ ഭാഗ്യചിഹ്നം? ഉത്തരം പപ്പു. വിദ്യാഭ്യാസ വകുപ്പിനോടൊപ്പം SPC പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന പ്രധാന വകുപ്പ് ഏതാണ്? ഉത്തരം ആഭ്യന്തര വകുപ്പ്. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഉത്തരം ആർട്ടിക്കിൾ 51A. കേരളത്തിലെ ഇപ്പോഴത്തെ SPC സ്റ്റേറ്റ് ലെവൽ നോഡൽ ഓഫീസർ ആരാണ്? ഉത്തരം S. അജീത ബീഗം IPS. ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം രമേശ് ചെന്നിത്തല. സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി എവിടെയാണ്? ഉത്തരം ഹൈദരാബാദ്. CRPF എന്നതിൻ്റെ പൂർണ്ണരൂപം എന്ത്? ഉത്തരം സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്. 2026 ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം? ഉത്തരം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. SPCയുടെ ആദ്യ സംസ്ഥാന നോഡൽ ഓഫീസർ ആരായിരുന്നു? ഉത്തരം P. വിജയൻ IPS. മുതിർന്ന പൗരന്മാരുടെ സുരക്ഷയ്ക്കായി കേരള പോലീസ് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഉത്തരം പ്രശാന്തി.